ഞാൻ ചൊല്ലുന്ന മന്ത്രം എന്തേ ചൊല്ലാത്തത്? മന്ത്രം ചൊല്ലിയായിരുന്നു. ഞാൻ വിചാരിച്ച് ജനാർദ്ദന്റെ ശബ്ദത്തിൽ നിന്ന് മോർഫ് ചെയ്ത് നേരെ വെടിക്കെട്ടിലോട്ട് പോകും. കലാപം പ്രചോദനത്തിന്റെ ശിഷ്യം വല്ലതും ആണോ? അല്ല, പിന്നെന്താ ഇങ്ങനെ? തന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ കർമ്മത്തിനാണല്ലോ നമ്മളിവിടെ വന്നത്. അതെ. പിന്നെ എന്താ മന്ത്രം ചൊല്ലാത്തത്? സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുമ്പ് വെച്ച് എനിക്കിത് പറയാനും ഇതൊക്കെ ഒരു ഭയങ്കര നാണമുണ്ട്. നാട്ടുകാരെ നാണക്കേടാവുന്ന ഏർപ്പാടാണ്. മംഗളശീല ചോമ്പും പലതും പറയും, നീ അതും കേട്ടോണ്ട് തുള്ളാൻ നിൽക്കരുത്. സംഭവം ഞാൻ പറയട്ടെ, ഇതിപ്പോ ദിവ്യ ദൃഷ്ടിയിൽ കണ്ടതല്ലേ പറഞ്ഞത്. അതെ. ഞാനിത് എങ്ങനെ നാട്ടുകാരോട് പറയുമെന്ന് ആലോചിക്കുന്നത്. മരിച്ചുപോയ എന്റെ അച്ഛൻ, ആ അച്ഛന്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്ന ഏതോ ആൾക്കുറക്കിന്റെ ദേഹത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നാട്ടുകാരോട് പറഞ്ഞത് വിശ്വസിപ്പിക്കും? എടാ, നിന്റെ അച്ഛന്റെ ജോലി എന്താണ്? എന്റെ അച്ഛന്റെ ജോലി എന്ന് പറഞ്ഞാൽ സർക്കസിൽ മൃഗങ്ങളെ നോക്കുന്ന ജോലിയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം ആ ജോലി ഞാനാണ് ചെയ്യുന്നത്. സർക്കസിന് ജോലി ഇല്ലാത്തപ്പോ നിന്റെ അച്ഛന് വീട്ടിൽ വന്ന് എന്താണ് പണി? തനി ആച്ചിക്കൊന്ത മീൻ കണ്ടിക്കുന്നതിന്റെ അടുത്തുനിന്ന് മാറൂലെന്ന് ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. എന്ത് അച്ഛനെന്തോ അച്ഛൻ വെറുതെ വീട്ടിൽ വന്ന് കുത്തിയിരിക്കും. എന്നിട്ട് സമയം കിട്ടുന്ന സമയത്ത് അമ്മയുടെ തലയിൽ പേൻ നോക്കി കൊടുക്കും. അച്ഛന് ഇഷ്ട ഭക്ഷണം എന്താണ്? അച്ഛന് പാളയംകുടം പഴം ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിച്ച് വയറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ തെങ്ങ കയറിട്ട് കരിക്കിട്ട് കുടിക്കും. ഇത്രയും കഴിഞ്ഞ് നിനക്ക് മനസ്സിലായത് നിന്റെ അച്ഛൻ ഒന്നാമതൊരു ഒരു കൊരങ്ങാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ അതുകൊണ്ട് ആ കൊരങ്ങിന്റെ ദേഹത്ത് നിന്റെ അച്ഛന്റെ ആത്മാവ് കയറിയത്. അത് ഇറക്കാൻ വേണ്ടിയില്ല ഞാനിവിടെ വന്നത്. അപ്പൊ കൊരങ്ങിന്റെ ദേഹത്തുണ്ട്. അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ സർക്കസ് കൂടാരത്തിൽ കൊരങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മംഗളശീല നാണക്കേടാണ് ഈ കൊരങ്ങന്റെ. എന്താ ചുമ്മാ എല്ലാം നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കോടാ? നാട്ടുകാരുടെ മുഖത്ത് നോക്കെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആത്മാവിനെ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചു വിടണ്ടേ? അച്ഛന് ശാപമോക്ഷം കിട്ടട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, കർമ്മം തുടങ്ങാൻ സമയമായി. നീ ആ ആൾക്കൊരങ്ങനെ കൊണ്ടുപോവാ. എന്നാലും ഞാനല്ലേ എന്റെ ട്രെയിനർ, ഞാൻ വിളിക്കാം. കുഴപ്പമില്ലല്ലോ. വിളിച്ചോ രഞ്ജു. ഇത് ആരെ വിളിച്ചത്? കൊരങ്ങനെ. നിന്റെ അച്ഛന്റെ ആത്മാവ് നിന്നെ കൊരങ്ങനെ. അച്ഛന്ന് വിളി. അച്ഛാ, അച്ഛ രഞ്ജു. കമ്മ കമ്മ. അച്ഛാ, അച്ഛ കമ്മ. പേടിയാട്ടോ. കറക്റ്റ്. 100% വിശ്വസിക്കാൻ നിന്റെ അച്ഛൻ തന്നെ വന്നോണ്ടേ പെണ്ണുങ്ങളെ പ്ലെയിൻസ് അടിച്ച് കാണിച്ചണ്ട. അല്ലെങ്കിൽ ഇരുന്നപ്പോ പോലും അങ്ങനെ പെണ്ണുങ്ങളെ ഇടയിൽ നിന്ന് മാറിയിട്ടില്ല. ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അച്ഛന്റെ പേരെന്തുവാ? രതീഷ് കുമാർ. നാളെ മുതല് കപീഷ് കുമാറിന്റെ മരുമോനെ എന്നെ നാട്ടുകാരെ വിളിക്കുമല്ലോ. ഇത് സംഭവം എനിക്ക് മനസ്സിലായി. എന്ത്? എന്റെ അച്ഛന്റെ ആത്മാവ് ഈ കൊരകളിലുണ്ട്. എങ്ങനെ മനസ്സിലായി? അളിയനെ നോക്കി കൊഞ്ചനെ കുത്തി കാണിക്കും. ജീവിച്ചിരിക്കുന്ന സമയത്ത് അളിയൻ വീട്ടിൽ വരാൻ നിർത്തിക്കണായിരുന്നു. എപ്പോഴും അച്ഛൻ കൊഞ്ചനെ കുത്തി കാണിക്കും. അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ അച്ഛൻ എന്തെങ്കിലും അടയാളം ഉണ്ട്. അതെങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി. അടയാളം ഉണ്ട്. എന്റെ അച്ഛന്റെ അടയാളം ഉണ്ട്. എന്റെ അച്ഛന്റെ കൈയുടെ അടിയില് മറുകൊണ്ട് 3 എണ്ണം. എവിടെ? ഒരു ഡ്രിമ്മർ കിട്ടുവാ. എടാ, ഇത് ഡ്രിമ്മറിലൊന്നും ഒതുങ്ങൂല. കൊയ്ത്ത വിഷയം വെച്ച് പിടിച്ചോട് അടിയുന്നു. അതേ നടക്കൂ. പിന്നെ അല്ലാതെ ഇത് ഡ്രിമ്മർ ഇട്ട് എന്ത് ചെയ്യാൻ പറ്റും? നീ ഒരു കാര്യം ചെയ്യും. അമ്മയുടെ ഫോട്ടോ ഉണ്ടോ മൊബൈൽ? പിന്നെ ഉണ്ട്. എടുക്ക്, കാണിച്ചു. നേരെ കൊണ്ട് കാണിക്കും. എന്റെ അച്ഛന്റെ മുഖത്ത് ഇത് ഈ അമ്മച്ചീനെ അറിയാമെന്ന് നോക്കിക്കേ. 100% ഉറപ്പിക്കാം. 100% മുട്ടെടുത്തിരിക്കുന്ന ഇടിയുണ്ട്. 100% ഉറപ്പിക്കാം ഇത് നിന്റെ അച്ഛനാണെന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനല്ലായിരുന്ന. ആമിക്ക് തെറ്റില്ല, എനിക്കറിയാം. അവന്റെ അമ്മച്ചീനെ തലവട്ടം കണ്ടാ മതി. അച്ഛൻ ഇങ്ങനെ ഈ അടിയായിരുന്നു. പിന്നെ അതല്ലേ ഒരങ്ങൻ അങ്ങനെ കളിയാക്കരുത്. കളിയാക്കരുത്. ഒരങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എന്താണ്? ഒരങ്ങൻ നമ്മുടെ പൂർവികന്മാരാണ്. നിങ്ങളെയാണ്, നമ്മുടെ അല്ല. നിങ്ങൾക്ക് അത്ര വലിയ കൊതിയാണെങ്കിൽ കാട്ടുവള്ളി തൂങ്ങി എങ്ങോട്ടെങ്കിലും പോണം. കേട്ടോ? അങ്ങനെയൊന്നും പറയരുത്. എന്ത്? ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാം. വലിയ മനുഷ്യനാണ്. എന്റെ ദേവേ, വെറ്റേട് വെറ്റേട് കടി കടി എന്നിട്ട് മാപ്പ് പറ. വെറ്റേട് കടി കടി എന്നിട്ട് മാപ്പ് പറ. വെറ്റേട് കടി കടി എന്നിട്ട് മാപ്പ് പറ. നിങ്ങൾ എന്തിനാണ് ആത്മാവിനെ ആവാഹിക്കാൻ വന്നാണ്. അതൊക്കെ പിന്നെ ആവാഹിക്കാം. ആദ്യം അവന്റെ കടി തീർക്കോളൂ. കർമ്മം തുടങ്ങാൻ സമയമില്ല നമുക്ക്. ആ ലിസ്റ്റ് പ്രകാരം സാധനങ്ങൾ എടുത്താണ്. ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് 3 സാധനം കടക്കാരന് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. അത് ഏതൊക്കെയാണ്? താണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. സാമിന്റെ പ്രാണി ചിരിക്കുന്നത്. ഇവിടെ വ്യക്തമായിട്ട് സാമ്പ്രാണി തിരി. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്ന? കർക്കിടക 250 ഗ്രാം. കൽക്കണ്ട 250 ഗ്രാം. അതെല്ലാം ഓക്കെ. ഈ അവസാനം എഴുതിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താണ്? കുത്തിയിരിക്കാൻ 100 പേര്. അതത് കുത്തിയിരിക്കാൻ 100 പേര് എവിടെ പോയി കൊണ്ടുവരാം? വളഞ്ഞു നിൽക്കാൻ 2 പേരാണെങ്കിൽ നമ്മളൊക്കെ. അല്ലെന്ന് കുത്തിരിക്കാം 100 ഗ്രാം.
വ്യക്തമായിട്ട് വായിക്കേണ്ടത്. ആണല്ലേ? ഏതുവരെ പഠിച്ചായിരുന്നു? അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ട്, ബുക്ക് പേന പേപ്പർ അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പയറ് കഞ്ഞിക്ക് മാത്രമല്ല സ്കൂളിൽ എല്ലാരും പൊക്കോണ്ടിരുന്ന. ഞാൻ കഷ്ടപ്പെട്ടാണ് 5ാം ക്ലാസ് വരെ പഠിച്ചത്. എന്തിന് കഷ്ടപ്പെട്ട് 5ാം ക്ലാസ് വരെ പോയാൽ ബാക്കിയുള്ളത് ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി? നല്ലതുപോലെ എഴുതി ഒരു ലിസ്റ്റ് കൊടുക്കണ്ടായിരുന്നു. അല്ല ഞാൻ പറയട്ടെ, ഞാൻ പിന്നെ അനുഗ്രഹം അച്ഛൻ വന്നതല്ലേ എന്റെ അച്ഛാ അയ്യോ എന്നെ അനുഗ്രഹിക്കണം അച്ഛാ. എന്റെ അച്ഛൻ തന്നെ, എനിക്ക് ഉറപ്പാ എന്റെ അച്ഛൻ തന്നെ. കർമ്മത്തിലേക്ക് കിടക്കാം. കിടക്കുന്നതിന് മുമ്പ് ഈ അച്ഛന് എന്തെങ്കിലും ആഗ്രഹങ്ങളാ വല്ലതും ഉണ്ടാവും നമുക്കറിയണം. അല്ല ആഗ്രഹങ്ങൾ പലതൊക്കെ ഉണ്ടാവില്ല, ആഗ്രഹങ്ങളുള്ള മനുഷ്യരാണല്ലോ എല്ലാരും ഉള്ളത്. അപ്പൊ അങ്ങനെ ആഗ്രഹം ചോദിക്കാം, ഞാൻ തന്നെ ചോദിക്കാം. അതായിരുന്നാ അച്ഛൻ പറഞ്ഞറിയാമോ? അൽഫാം മന്തി വേണമെന്ന്. ഇവിടെ അടിച്ചു വെച്ചേക്കുന്നു. ഗ്യാസ് ഇല്ലാത്ത സമയത്ത് അൽഫാം മന്തി വേണമെന്ന്. പിന്നെ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചിക്കൻ ഫ്രൈ ചോദിച്ചിട്ട് ചിക്കൻ വെയിലത്തിട്ട് ഉണക്കിയാണ് അവർ തന്നത്. എന്റെ ഈ വന്ന സമയം തൊട്ട് എന്റെ അച്ഛനെ വെറുതെ ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഭാര്യയുടെ അച്ഛനല്ലേ ഇങ്ങനെയായിട്ട് കളിയാക്കാവോ? അത് മരിച്ചൊരു മനുഷ്യനാ. എനിക്ക് കളിയാക്കാനുള്ള പ്രശ്നമുണ്ട്. എന്തിനു നിങ്ങൾക്ക് ഇത്ര വിഷയം? ഞാൻ പല്ലെടുത്ത് വേദനയായിട്ട് ഇങ്ങനെ ആശുപത്രി കിടന്ന സമയത്ത് എന്റെ തലയ്ക്ക് വന്നിരുന്ന് മുറുക്ക് നിന്നേക്ക്. നിങ്ങൾ മുറുക്ക് നിന്നാ മാറിക്കാണ് മരുമോനെ അതിനിളക്കിയാ ഞാൻ പറഞ്ഞതാണ്. ചുമ്മാ അതിന്റെ വയറ്റത്തിൽ എന്നിട്ട് കുത്തട്ടെ വല്ല കാര്യം ഉണ്ടായിരുന്നു. അയ്യോ ഇതിനൊക്കെ എന്തെങ്കിലും ഇടാൻ പറ്റിയ സാധനം വല്ലതാണ്. ഞാനങ്ങനെ കർമ്മം നടത്തും. പേടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പഴം അങ്ങ് തൊലിച്ചിട്ട് അവന് കൊടുത്തേച്ചാ മതി. അച്ഛൻ ഓക്കെ ആവും. മനസ്സിലായോ? അതങ്ങനെ സംഭവിക്കും. നമ്മളെ ആദ്യമായിട്ട് കാണുന്നതല്ലേ ഇത് സംഭവമാക്കണം. ഞാൻ ആദ്യം ഈ സർക്കസ് കൂടാരത്തിലോട്ട് ചെന്നല്ലോ. ആ ചെന്ന സമയത്ത് അവിടെ ഒരു ഒരു കുതിര ഭയങ്കര പ്രശ്നമായിട്ട് അവിടെ നിൽക്കുവായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ മുതിര പുഴുങ്ങി നേരെ ഈ കുതിരക്ക് കൊടുത്തു. മനസ്സിലായോ? അതാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു. അതല്ലെന്ന് അത് കഴിഞ്ഞ് നോക്കാൻ നിർത്തി കരടി അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം. ഞാൻ നേരെ ഒരു തേനീച്ച കൂടെ എടുത്ത് പുഴുങ്ങി ഈ കരടിക്ക് കൊടുത്തു. അത് നിക്കട്ടെന്ന്. അത് കഴിഞ്ഞ ഞാൻ ആന അവിടെ കിടന്ന് എന്നെ പ്രശ്നമായിരുന്നറിയോ? ലാസ്റ്റ് ഞാൻ അവിടെ ഒരു കരിമ്പ് പുഴുകി നേരെ ആനക്ക് കൊടുത്തു. ഈ പഴം തൊലിച്ച് കരടി കൊടുക്കട്ടെ. ഒരുത്തം പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നിടത്ത് നീ ഈ പഴം തൊലിച്ചോണ്ടിട്ട് എന്ത് ചെയ്യും? അത് ആദ്യം പുഴുങ്ങി തീരട്ട്. അല്ല നമ്മൾ കർമ്മത്തിന് വസ്ത്രം കൊടുക്കണം. അച്ഛന് വസ്ത്രം കൊടുക്കണം. ആദ്യം വസ്ത്രം കൊടുക്കും. വസ്ത്രം ഉടുപ്പിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനെയുള്ള ആളൊന്നും അല്ല, ഭാഷയുള്ള ആളൊന്നും അല്ല. അങ്ങോട്ട് കുഴപ്പമില്ല. അച്ഛനെ മുണ്ട് ഉടുപ്പിക്കുന്ന അച്ഛാ അച്ഛാ ഇങ്ങോട്ടാ പോണ്ടത്. 100% നമുക്ക് ഉറപ്പിക്കാം. അച്ഛൻ ഈ തന്നെ ഇത് എവിടെയാണ് ഒഴുക്കേണ്ടത്? ഇത് ആത്മാവിന് ഇരുത്തേണ്ടത് എവിടെയാണ്? അച്ഛന്റെ ആത്മാവിനെ ആവാഹിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുരുത്തിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. ആ മലയുടെ മേളിൽ കൊണ്ട് അച്ഛനെ ഇരുത്തിയാൽ മതി. തുരുത്തിമല കൊണ്ട് ഇരുത്തേണ്ട ആവശ്യമില്ലെന്ന്. അതിനെക്കാട്ടി അച്ഛന് ഇഷ്ടമുള്ള ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഈ വീടിന്റെ പിറകുവശത്ത് ഒരു ചായ്പുണ്ട്. അവിടെ ഒരു പഴയ അമ്മിക്കല്ല് ഇരിപ്പുണ്ട്. ആ അമ്മിക്കല്ല് കൊണ്ടങ്ങ് ഇരുത്തിയാൽ മതി. പിന്നെ അവിടെ ഈ കുടുംബശ്രീ പെണ്ണുങ്ങൾ കിളയ്ക്കുന്നതും വെട്ടുന്നതൊക്കെ കണ്ടുകൊണ്ട് അച്ഛൻ അവിടെ ഇരുന്നോളുന്നു. അതാണ് അച്ഛന് ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്റെ അച്ഛനെ ആവാഹിച്ച് കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്റെ വീട്ടിലോട്ടൊന്ന് വിടണം. എന്റെ അച്ഛനെ വീട്ടിലോട്ടൊന്ന് വിടണേ. എന്റെ രമ്യയുടെ അച്ഛോ വീട് വരെ ഒന്ന് വരണേ. അല്ല അതിപ്പോ എന്താണ് ഇപ്പൊ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം എന്താണ്? വേറൊന്നും അല്ല, വീട്ടിൽ തെങ്ങ് കയറാൻ ആളെ കിട്ടാനില്ല. അച്ഛനാകുമ്പോ കയറിയാൻ കിട്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരുമല്ലോ. അത് ശരി. ഈ കാര്യം നടക്കട്ടെ. കർമ്മത്തിലേക്ക് കിടക്ക്. ആദ്യം നിങ്ങൾ കർമ്മത്തിൽ കടക്കുന്നതിന് മുമ്പ് പരേതന മനസ്സിൽ ധരിച്ച് ഗോപി തുടങ്ങും. തൊട്ടിട്ട് എന്ത് ചെയ്യണം? ആവാഹിക്കുന്നതിന് മുമ്പ് ഈ ആവാഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മകനെ കാണാൻ പറ്റൂല. ആവാഹിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് മകനെ വന്ന് കെട്ടിപ്പിടിക്കും. അച്ഛൻ മകനെ കെട്ടിപ്പിടിക്കും. പിന്നെ കാണാൻ പറ്റില്ല. പിന്നെ കുടത്തിനകത്ത് ആവാഹിക്കും. അങ്ങനെയാണ്. അപ്പൊ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊള്ളാം. പ്രാർത്ഥിക്കണം. അക്കരെ വലിയ ഇക്കരെ ചെറിയ വളി ഈ ഭൂതനെ എന്നോട് കാക്കണേ. ഈ വാദ ഇതിനകത്ത് കയറ്റണമേ. ഈ ആത്മാവിനകത്ത് കയറ്റണമേ ഭഗവാനെ. എന്റെ അപ്പൂപ്പന്മാരെ ഒന്ന് കയറ്റണമേ ഭഗവാനെ. ഭഗവാനെ ഈശ്വര കണ്ണടച്ച് പ്രാർത്ഥിക്കണേ. ഇതെന്താ ഇങ്ങനെ? ആ കർമ്മി പറഞ്ഞ എന്തുവാണ്? എന്തു പറഞ്ഞു? ആത്മാവിനെ ആവാഹിച്ച് കേറ്റുന്ന സമയത്ത് എന്തോ പറഞ്ഞത്? മകനെ കെട്ടിപ്പിടിക്കും. അച്ഛൻ വന്ന് മകനെ കെട്ടിപ്പിടിക്കുന്നല്ലേ? ആണ്. എന്തിനാണ് സ്വാമിയും കെട്ടിപ്പിടിച്ചോണ്ട് പോയത്? ആ സ്വാമിയുടെ പേരെന്തു പറഞ്ഞു? ബാബു. വെറും ബാബു അല്ല, പിന്നെ ഇന്ന് മുതൽ അത് നിന്റെ ചേട്ടൻ ബാബുവാണ്. ആണടാ, അല്ലെങ്കിൽ പിന്നെ അവൻ പിടിച്ചോണ്ട് പോകും. ഇങ്ങനെ അയ്യോ അതാകെ പ്രശ്നമാണ്. സർക്കസ് കൂടാരത്തിൽ തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കേണ്ടതാണ്. ഏതായിട്ടായിരുന്നു അതിന്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ മറ്റേ തീവളയോട്ടല്ല. തീവളയം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൂടെ ചാടി വെക്കുറൊക്കെ. അതിന് നീ ഇനി പേടിക്കേണ്ട കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ തീ വളയത്തിൽ എടുത്തങ്ങ് ചാട്.